ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം മഴക്കാലമാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഡിവൈസുകൾ, അതായത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ ക്യാമറ, CCTV ക്യാമറകളും അതുപോലെ തന്നെ നമ്മുടെ ബ്രോഡ്ബാൻഡ് മോഡം, ഇൻ്റർനെറ്റ് മോഡം, വൈഫൈ മോഡങ്ങളും അത് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് പ്രൊട്ടക്റ്റഡ് ആണോ എന്നുള്ളത്. അതായത് നമുക്കറിയാം ഇടിമിന്നലുകളുടെ ഒരു മാസങ്ങളാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഇടിമിന്നിൽ നിന്നും നമ്മുടെ ഈ ഡിവൈസുകളെല്ലാം പ്രൊട്ടക്റ്റഡ് ആണോ, അല്ലെങ്കിൽ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. നമ്മുടെ വീട്ടിലെ ബ്രോഡ്ബാൻഡ് മോഡങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം കൂടുതലും നമ്മുടെ ഇപ്പം വീട്ടിലിരിക്കുന്നത് ഫൈബർ മോഡങ്ങളാണ്. കൊയാക്സിൽ മോഡങ്ങൾ വളരെ അപൂർവമാണ്. ഇപ്പോൾ കൊയാക്സിൽ മോഡങ്ങൾ എൻ്റെ അറിവിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല. ഒട്ടുമിക്ക എല്ലാവരും തന്നെ ഇപ്പോൾ ഫൈബർ മോഡലിലോട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഫൈബർ മോഡൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഇടിവെട്ടിനെ പേടിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ആ ഇടിവെട്ടായിട്ട് നമുക്ക് ഉപകരണങ്ങളൊക്കെ, വീട്ടിലുള്ള ഉപകരണങ്ങളിലൊക്കെ ആ ഒരു ഇടിമിന്നലേക്കും എന്നുള്ളൊരു പ്രശ്നം വേണ്ട. കാരണം വെച്ചാൽ ഫൈബറിൽ കൂടി എന്തായാലും വരില്ല. അതായത് നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കൊയാക്സിൽ കേബിളാണ്. അപ്പോൾ കൊയാക്സിൽ കേബിളിൻ്റെ കാലത്താണ് എന്ത് പറ്റിക്കൊണ്ടെന്ന് വെച്ചത്, ആ കേബിളിലൂടെ, അതായത് ആ പുറത്തുള്ള പോസ്റ്റിൽ നിന്നും നമ്മുടെ വീട്ടിലേക്ക് ആ ഒരു കേബിൾ വഴി, ആ ഒരു കമ്പി, നമുക്കറിയാം ആ ഒരു കോപ്പർ കമ്പിയാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ആ കോപ്പറിലൂടെ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ആ ഒരു ഇടിമിന്നൽ ചിലപ്പോൾ പുറത്തായിരിക്കും വയ്ക്കുന്നത്. ചിലപ്പോൾ ഒരു കുറേ ദൂരങ്ങൾക്ക് അപ്പുറമുള്ള ഒരു പോസ്റ്റിൻ്റെ അടുത്തായിരിക്കും ആ ഒരു മിന്നലേറ്റിരുന്നെങ്കിലും അവിടെ നിന്ന് ആ ഒരു മിന്നൽ നേരെ കയറി നമ്മുടെ ആ ഒരു സെറ്റ് ടോപ്പ് ബോക്സിൽ, വീട്ടിലിരിക്കുന്ന സെറ്റ് ടോപ്പ് ബോക്സ് അല്ലെങ്കിൽ മോഡത്തിലാണെങ്കിൽ ആ മോഡത്തിലോട്ട് ആ ഒരു കറണ്ട് വരികയും അത് വരുന്നതുകൊണ്ട് തന്നെ കൂടെ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസുകളുടെ ഒക്കെ ആ ഒരു പോർട്ട് അടിച്ച് പോവുകയും അല്ലെങ്കിൽ ബോർഡ് അടിച്ച് പോവുകയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നതിൻ്റെ പ്രധാന കാരണം അന്ന് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ആ ഒരു കൊയാക്സിൽ കണക്ഷൻസുകളാണ്. അതായത് ആ ഒരു ചെമ്പ് കമ്പിയുള്ള കൊയാക്സിൽ കണക്ഷൻസാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ആ ഒരു ഫൈബർ മോഡമാണ്. ആ ഫൈബർ മോഡൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഫൈബറിൽ കൂടി നമുക്ക് ആ ഒരു ഇടിമിന്നലേക്കില്ല. ഫൈബർ നിങ്ങൾക്കറിയാം ആ ഒരു ചെറിയൊരു നാര് പോലത്തെ ഒരു ഒന്നാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ ആ ഒരു ഫൈബറിലൂടെ ലൈറ്റ് പോലൊരു ഒന്നാണ് അതിലൂടെ എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് ആ ഒരു ഇടിമിന്നലിന് പാസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കണക്ഷൻസ് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഫൈബർ മോഡങ്ങൾക്ക് അത് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫൈബർ മോഡം ഇടിമിന്നലുള്ള സമയത്തും കണക്ട് ചെയ്തിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ശ്രദ്ധിക്കുക, ആ ഒരു മോഡം, അതായത് പോസ്റ്റിൽ നിന്ന്, ആ വയറിൽ നിന്ന്, ഫൈബർ കേബിളിൽ നിന്ന് ആ ഒരു കണക്ടിവിറ്റി വരില്ല. അതായത് ആ ഒരു ഇടിമിന്നലേക്കില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ അതേസമയം നമ്മുടെ വീടിനുള്ളിൽ ഇലക്ട്രിക്കൽ ഇഷ്യൂസ് ഉണ്ടായി, അതായത് MCB പ്രൊട്ടക്റ്റഡ് അല്ലാതെ ഉള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ MCB പ്രൊട്ടക്റ്റ് ചെയ്യാതെ വരുമ്പോഴൊക്കെ ഇടിമിന്നൽ നമ്മുടെ ആ ഒരു ഇന്റർണൽ നെറ്റ്വർക്കിലോട്ട്, അതായത് ഇടിമിന്നൽ ഏക്കുകയാണെങ്കിൽ ആ ഒരു കണക്ഷനിലോട്ട് മിന്നൽ കയറി വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു മോഡത്തിൻ്റെ, നമ്മുടെ ഫൈബർ മോഡത്തിൻ്റെ ആ ഒരു അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ അഡാപ്റ്റർ കണക്ട് ചെയ്യുമ്പോൾ അഡാപ്റ്ററിലൂടെ ആ ഒരു മിന്നൽ വരാനുള്ള സാധ്യതയുണ്ട്. അല്ലാണ്ട് ഒരിക്കലും ആ ഒരു ഫൈബറിലൂടെ ഒരിക്കലും ആ ഒരു ഇടിമിന്നൽ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് വരില്ല. അപ്പോൾ അത് ബ്രോഡ്ബാൻഡ് മോഡത്തിൻ്റെ കാര്യത്തിൽ ക്ലിയർ ചെയ്യുക. നിങ്ങൾ മോഡം കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു പ്രശ്നമില്ല. മോഡത്തിൽ കൂടി, ഫൈബർ മോഡത്തിൽ കൂടി ആ ഒരു ഒരിക്കലും ആ ഒരു ഇടിമിന്നൽ നിങ്ങൾക്ക് കേൾക്കില്ല. അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. പിന്നെ വരുന്നതാണ് നമ്മുടെ ക്യാമറകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നോർമലി അതാണ്. ഇപ്പോൾ ആദ്യം പറയാം വൈഫൈ ക്യാമറകളെ കുറിച്ച് പറയാം. വൈഫൈ ക്യാമറകൾ അറിയാം, നമുക്ക് ആ ഒരു വൈഫൈ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണെങ്കിലും അത് നോർമലി ആ ഒരു കണക്ട് ചെയ്യുന്നത് അവിടെ അഡാപ്റ്റർ വഴിയാണ്. അതിനും പുറത്ത് നിന്ന് ഒരു എക്സ്റ്റേണൽ ഒരു കേബിൾ ആ ഒരു വൈഫൈ ക്യാമറയിൽ വരുന്നില്ല. അതിനകത്തും ആ ഒരു കണക്ട് ചെയ്യുന്ന ആ ഒരു അഡാപ്റ്റർ മാത്രമേ അവിടെ ഉള്ളൂ. അതിനകത്ത് പുറത്തുനിന്ന് കേബിളും കാര്യങ്ങളും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാമറ ഓഫ് ചെയ്തിട്ടേണ്ട കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ ആ ക്യാമറയിൽ കൂടി നമുക്ക് വേറെ ഇടിമിന്നലൊന്നും ഏൽക്കില്ല. കാരണം ആ ഒരു അഡാപ്റ്റർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വീടിനകത്ത് ആ ഒരു ഇടിമിന്നലായിട്ടുണ്ടെങ്കിൽ, വീടിൻ്റെ അകത്ത് ഇലക്ട്രിസിറ്റിയിൽ ആ ഒരു മിന്നൽ പ്രവാഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു അഡാപ്റ്റർ പോവുകയോ അതുവഴി ക്യാമറ പോകാനുള്ള ചാൻസ് ഉള്ളൂ. അല്ലാണ്ട് രീതിയിലൊന്നും ആ ഒരു വൈഫൈ ക്യാമറകളെയും ഊരിടേണ്ട ആവശ്യമൊന്നുമില്ല. അതും പ്രൊക്കായിട്ട് തന്നെ വർക്ക് ചെയ്യും. അതിൽ കൂടി എന്തായാലും വൈഫൈ ക്യാമറകളിലൂടെയും ഇടിമിന്നലൊന്നും വരില്ല. പിടിച്ചിരിക്കാനുള്ള സാധ്യതയും അതിനകത്തില്ല. പിന്നെ വരുന്നത് നോർമൽ DVR അല്ലെങ്കിൽ NVR ക്യാമറകളാണ്. നോർമലായിട്ട് വരുന്ന DVR NVR ക്യാമറകളൊക്കെയാണ്. അത്തരം ക്യാമറകൾ നമുക്ക് NVR എടുക്കുകയാണെങ്കിൽ എന്താ പറയുന്നത്, NVR എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു POE സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് വഴിയാണ് ആ കണക്ഷനൊക്കെ പോകുന്നത്, കറണ്ടൊക്കെ പോകുന്നത്. POE സ്വിച്ച് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് അവിടെ ഉള്ള ഒരു എക്സ്റ്റൻഷൻ ബോർഡിലോ അല്ലെങ്കിൽ സർജ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള എക്സ്റ്റൻഷൻ ബോർഡിലാണെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ നോർമലി ഇലക്ട്രിക്കൽ പ്ലഗിലായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ആ ഒരു ഇലക്ട്രിക്കൽ പ്ലഗിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെയും ആ ഒരു കണക്ടിവിറ്റിക്ക് ഇഷ്യൂ വരുള്ളൂ. പിന്നെ കൊയാക്സിൽ, പിന്നെ അതിന് മുമ്പുണ്ടായിരുന്ന, അതായത് NVRന് മുമ്പുണ്ടായിരുന്ന കൊയാക്സിൽ കേബിളുകളുടെ കാര്യത്തിലാണെങ്കിൽ നമുക്കറിയാം അതും അതിൻ്റെ അകത്ത് വരുന്നത് ആ ഒരു കമ്പിയാണ്, ആ ഒരു ചെമ്പ് കമ്പി അല്ലെങ്കിൽ ആ ഒരു കോപ്പർ കമ്പി അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ ആ കമ്പി വരുന്നതുകൊണ്ട് തന്നെ ഇടിമിന്നലേക്കാനുള്ള സാധ്യത ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും വളരെ അപൂർവമാണ്. അങ്ങനെ ആ വഴി നമുക്ക് ആ ഒരു
ക്യാമറയിൽ കണക്ട് ചെയ്തിരിക്കുന്ന നമുക്കറിയാം ഒരു BNC അല്ലെങ്കിൽ DC കണക്ടർ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുവഴി ഒരു ഇലക്ട്രിക്കൽ ഷോക്ക് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അങ്ങനെ വരാനുള്ള ചാൻസ് പിന്നെ എവിടെയെങ്കിലും ഒരു കത്തിപ്പോയ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമേ ചെറിയൊരു പോസിബിലിറ്റി ഉള്ളൂ അവർ വരാനുള്ളത്. എന്നാലും ക്യാമറകളിൽ നിന്ന് ആ ഒരു ഇലക്ട്രിസിറ്റി വരിക എന്നുള്ളത് വളരെ കുറവാണ്. ഇപ്പോൾ NVR ആണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ Cat 6 കേബിളുകളാണ് ഉപയോഗിക്കുന്നത്. Cat 6 കേബിളുകളിലൊന്നും അങ്ങനെ നമുക്കൊരു ഒരു തരത്തിലും അങ്ങനെ വരാനുള്ള സാധ്യത അധികമല്ലെന്നല്ല ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കേബിൾസിൽ നിന്നും വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇടിമിന്നലുണ്ടാകുമ്പോൾ ഈ ക്യാമറ ആയാലും റൗട്ടർ ആയാലൊക്കെ ഓഫ് ചെയ്തില്ലെങ്കിലും വേറെ പ്രശ്നമൊന്നുമില്ല, എല്ലാം പ്രൊട്ടക്റ്റഡ് ആണ്. നമ്മുടെ ഇന്റേണലി കിട്ടിയ ഒരു ഇലക്ട്രിക്കൽ ഇഷ്യൂസ് വന്നാൽ മാത്രമേ ഇത്തരം ഡിവൈസുകൾ അടിച്ചു പോവുകയുള്ളൂ. ഇല്ലാത്ത സമയത്ത് നമുക്ക് കണക്ട് ചെയ്തിട്ടാലും യാതൊരു പ്രശ്നവുമില്ല.